എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. എന്താ പ്രശ്നം? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. പോട്ടെ നിധി, സാരമില്ല, അത് വിട്ടേക്ക്. എനിക്ക് മനസ്സിലായല്ല, നീ ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എനിക്കറിയാം, പരമാവധി നീ അധ്വാനിച്ചു കാണും, ഉറക്കൊഴിഞ്ഞു കാണും. പക്ഷേ എതിർവശത്തുള്ള മറ്റ് കമ്പനികളൊക്കെ വിട്ടുകളഞ്ഞാലും CKC അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ചതിക്കും, എന്തെങ്കിലും ചതി ഒപ്പിച്ച് കാണും അയാള്. ആ, അതങ്ങ് മറന്നുകള്. ഹൈടെക് സിറ്റി പ്രോജക്റ്റ് എന്ന സംഭവമേ നമ്മുടെ കമ്പനിയിൽ വന്നിട്ടില്ല. നഷ്ടപ്പെട്ടതൊന്നും നമ്മുടേതല്ലെന്നേ. നീ ഒന്ന് ചിരിച്ചേ. എനിക്ക് തരാമെന്ന് പറഞ്ഞ സമ്മാനം എവിടെ? ടെൻഡർ ജയിച്ചു വന്നാൽ എനിക്ക് സമ്മാനമായി തരാമെന്ന് പറഞ്ഞ് ഉമ്മ എവിടെയെന്ന്? എന്റെ തിരുനെറ്റിയില് ഇവിടെ ഒരു ഉമ്മ തന്നെ. നീ ജയിച്ചു അല്ലേ? ഞാനല്ല, ഗൗതം ജയിച്ചു. നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ഉള്ളിലൊരു പെടച്ചിലായിരുന്നു. നീ തോൽക്കില്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നിട്ടും തോറ്റുപോയോ എന്നൊരു സങ്കടം. മതി, ഇത്രയും മതി. ജയിലിലാണെങ്കിലും ഞാനിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണ്. എന്റെ ഭാര്യ എന്നെ ജയിപ്പിച്ചിരിക്കുന്നു. അതെ, കെട്ടിപ്പിടുത്തൊക്കെ മതി. ഇത് നമ്മുടെ ബെഡ്റൂമൊന്നും അല്ല, ജയില. ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഭയന്നുപോയി. ആ CKCയും ജ്യോതിർമയും ചേർന്ന് ചതിക്കുഴി ഉണ്ടാക്കി നിന്നെ തോൽപ്പിച്ചല്ലോ എന്ന്. രണ്ടും കൂടെ തോറ്റു തുന്നം പാടി ഇറങ്ങിപ്പോകുന്ന ആ കാഴ്ച, അവര് നിന്റെ മുന്നിൽ തോറ്റു നിൽക്കുന്ന ആ മുഹൂർത്തം, അതെനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ആ, സാരമില്ല. എനിവേ, താങ്ക്സ് നിധി. താങ്ക്സോ? എനിക്കോ? അത് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. അതാണ് വാസ്തവം. നീ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അഭിമാനമാണ് ഉയർത്തിപ്പിടിച്ചത്. CKCയുടെയും ജ്യോതിർമയുടെയും എല്ലാ തന്ത്രങ്ങളും നീ അതിജീവിച്ചല്ലോ. അവിടെയും എനിക്കൊരു സങ്കടമുണ്ട് ഗൗതം. നമ്മളെ യഥാർത്ഥത്തിൽ തോൽപ്പിക്കാൻ നോക്കിയത് CKCയോ ജ്യോതിർമയോ അല്ല, വസുന്ധരാന്റിയ. അവസാന നിമിഷം എന്റെ ടെൻഡർ കവർ പൊട്ടിച്ച് അതിൽ ഞാൻ കോട്ട് ചെയ്തിരുന്ന എമൗണ്ട് എന്റെ ചോർത്തി CKCക്കും ജ്യോതിർമയ്ക്കും കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അല്ല,
ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുത്തിട്ടും നിനക്ക് എങ്ങനെ അതിൽ ജയിക്കാൻ പറ്റി?